നശിപ്പിക്കുക എന്നത് ഒരു കല തന്നെയാണ്. നിങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ ഉള്ളത് നശിപ്പിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയുകയുള്ളൂ. ഇത് വ്ളാഡിമിർ പുടിന്റെ ഒരു ഫിലോസഫിയാണ്. തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാലിന്റെയും ഫിലോസഫിയാണ്. മുസ്തഫ കമാൽ തുർക്കിന്റെ പിതാവായത് അവിടുത്തെ പാരമ്പര്യവും അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും എല്ലാം ചവിട്ടി മെതിച്ച് ആ കൾച്ചർ ആചരിച്ച എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടാണ് പുതിയ രാജ്യം ഉണ്ടാക്കി. മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിന്റെ ആദ്യ വാചകമുണ്ട്, നിനക്കെതിരെ പേന ചലിപ്പിക്കുന്നത് ആരാണ്, അദ്ദേഹത്തെ അറുത്തു മാറ്റുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ വാചകം ഉണ്ടായത്. അദ്ദേഹത്തെ വിമർശിച്ച് തന്റെ കുടുംബത്തിലെ തന്നെ വേറൊരു പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു, ജമാൽ ഖഷോഗി. ഇദ്ദേഹത്തിനെ കൊന്നുകളയുക തന്നെയാണ് ചെയ്തത്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചോര പുരണ്ട കൈ തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ട് നമുക്ക് ഏത് മൃഗീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതും നല്ലത് തന്നെയാണ് എന്നാണ് യുദ്ധതന്ത്രം പറയുന്നത്. അടുത്ത ഓട്ടോ വോൺ ബിസ്മാർക്കാണ്. ജർമ്മൻ ചാൻസലർ ആയിരുന്നു. ജർമ്മനി എന്നൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം 3 യുദ്ധങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്തു. വാക്കുകളല്ല, വാളുകൊണ്ടാണ് ലോകത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. സമാധാന ചർച്ച വെറും വിഡിത്തം മാത്രമാണ്. രക്തച്ചൊരിച്ചൽ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ എന്തായാലും അടങ്ങുകയുള്ളൂ. ജനാധിപത്യം എന്നത് വെറും ഒരു പുതപ്പ് മാത്രമാണ്. അതിന് മുകളിൽ ഭരിക്കുന്നത് പഴയ കാലത്തെ രക്തദാഹികളായ സ്വച്ഛാധിപതികളുടെ ആത്മാക്കൾ തന്നെയാണ്. നിയമങ്ങൾ ദുർബലർക്കുള്ളതാണ്. കരുത്തൻ അവനവന്റെ നിയമം ഉണ്ടാക്കിയെടുക്കുന്നു. എതിർക്കുന്നവനെ ഇല്ലാതാക്കുക, ഭയത്തെ ഒരു ആരാധനയാക്കി മാറ്റുക.